നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരും NTA-യും നാളെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. നീറ്റ് ചോദ്യപേപ്പറിന്റെ അച്ചടിയും വിതരണവും ലോക്കറിൽ സൂക്ഷിച്ചത് അടക്കവുമുള്ള വിശദാംശങ്ങൾ അറിയിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. അതേസമയം CTET പരീക്ഷാ തട്ടിപ്പിൽ ബീഹാറിൽ 31 പേർ അറസ്റ്റിലായി. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സ്വാതി ചേരുന്നു. സ്വാതി, ആദ്യം നീറ്റിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉന്നത നീതിപീഠത്തിലെ വ്യവഹാരങ്ങളിലേക്ക് തന്നെ പോകാം. അതിൻ്റെ തുടർച്ചയായി സത്യവാങ്മൂലം സമർപ്പിക്കും. രൂക്ഷ വിമർശനമാണ്. ചോദ്യപേപ്പർ സൂക്ഷിച്ചതടക്കം ഏതൊക്കെ ക്രമീകരണങ്ങളാണ് വരുത്തിയതെന്നൊക്കെ കോടതി വാക്കാൽ ചോദിക്കുകയും ചെയ്തൊരു ഘട്ടം നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? അജിംഷാ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട 38ഓളം ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. അതായത് വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവർ നൽകിയിട്ടുള്ള ഹർജിയിലാണ് കടുത്ത വിമർശനം NTA-ക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കോടതി ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ പരീക്ഷയുടെ സുതാര്യത സംബന്ധിച്ച അല്ലെങ്കിൽ വിശ്വാസ്യത സംബന്ധിച്ച വലിയ ആശങ്ക തന്നെയാണ് കോടതിയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്രം സമ്മതിച്ച ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിന്റെ വ്യാപ്തി സംബന്ധിച്ച്, ഇതിന്റെ എത്രത്തോളം വ്യാപ്തി ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇതിനകത്തൊരു അടിയന്തര നടപടി ഉണ്ടാകുകയെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു പോയിരുന്നു. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നു എന്ന് സമ്മതിക്കുമ്പോൾ പോലും ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇത് തിരുത്താൻ തയ്യാറാകണമെന്നാണ് കേന്ദ്രത്തിനും NTA-ക്കും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു താക്കീത് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. CTET പരീക്ഷയുമായി ബന്ധപ്പെട്ട്, CTET പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ മേഖലകളിൽ അധ്യാപക തസ്തികയിലേക്കുള്ള പരീക്ഷയാണ്. ദേശീയ തലത്തിൽ നടത്തുന്ന ഈ NTA അടക്കമുള്ള ഏജൻസികൾ നടത്തുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ബീഹാറിൽ നിന്നും 31 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്ന വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. ഇതിൽ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയതിലാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവിധ ഇടങ്ങളിൽ, അതായത് ഈ മാസം 7-ാം തീയതിയായിരുന്നു പരീക്ഷ നടന്നത്. ഇതിൽ 16 ജില്ലകളിലാണ് പരീക്ഷ നടന്നത്. വിവിധ കേന്ദ്രങ്ങളിലായി ഈ ഇത്തരത്തിലൊരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട്, വ്യാപക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷാ കേന്ദ്രത്തിൽ തന്നെ ഇൻവിജിലേറ്റേഴ്സ് ആണ് ഇത് സംബന്ധിച്ച ഒരു പരാതി പോലീസിൽ നൽകുന്നത്. കാരണം ഈ പരീക്ഷാ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഒരു ബയോമെട്രിക് സ്കാനിംഗ് സംവിധാനമുണ്ട്. ഇതുവഴിയായിരുന്നു ഇത്തരത്തിൽ ആൾമാറാട്ടം നടത്തി എന്നുള്ളത് ഈ പരീക്ഷാ സെന്ററിലെ തന്നെ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കുകയായിരുന്നു. അത് നടന്നതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പട്നയിൽ നിന്നും ദർഭംഗ, സരൺ, ഗോപാൽഗഞ്ച്, ഗയ, ബെഗുസരൈ ഇത്രയും ജില്ലകളിലാണ് ഇത്തരത്തിൽ ആൾമാറാട്ടം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഉദ്യോഗാർത്ഥികൾ ആർക്കു വേണ്ടിയാണ് പരീക്ഷ എഴുതിയത്, ആരാണ്, അവർക്ക് ഏതെങ്കിലും ഒരു അന്തർ സംസ്ഥാന ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് ആ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും, അതായത് യഥാർത്ഥ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും 25,000 മുതൽ 50,000 വരെ രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണം കൂടിയുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. എന്തായാലും ഇതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ഓരോ പരീക്ഷകളിലും കേന്ദ്ര സർക്കാർ, മോദി സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ വരുന്ന വീഴ്ച ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എല്ലാ തലങ്ങളിലും നടക്കുന്ന പരീക്ഷകൾ, ആൾമാറാട്ടം, ചോദ്യപേപ്പർ ചോർച്ച ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് ഇത് മുഴുവൻ കളങ്കപ്പെട്ടിരിക്കുകയാണ്. കോടതി തന്നെ ഇന്നലെ ചോദിക്കുന്നു, ഇതിൻ്റെ വ്യാപ്തി എത്രയാണ്, ആഴം എത്രയാണ്, ഇതിൻ്റെ ഗുണഭോക്താക്കൾ. ഇപ്പോൾ ഈ CTET പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്വാതി സൂചിപ്പിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതേ സംഭവം തന്നെ നീറ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതി ചോദിച്ചിരുന്നു. അതായത് ആരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ മാറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷ മുഴുവനായി നടത്തണം. ഇത്രയും ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ മുഴുവനായി നടത്തണം, പുനഃപരീക്ഷയിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നുള്ള സൂചനകളൊക്കെ ഇന്നലെ കോടതിയിൽ പ്രതിഫലിച്ചതാണ് സ്വാതി. തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചപ്പോൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകൾ ഉയരുമ്പോഴും ഈ പുനഃപരീക്ഷ നടത്തണമോ, നീറ്റ് പരീക്ഷ റദ്ദാക്കണമോ എന്നുള്ളൊരു കാര്യത്തിൽ വലിയ പെട്ടെന്ന് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി അടക്കം ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ വ്യാപ്തി സംബന്ധിച്ച കൃത്യമായ ഒരു കണക്ക് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ NTA-ക്കും അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന CBI-ക്കടക്കം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത്. കാരണം പുനഃപരീക്ഷ നടത്തുന്നതിൽ വലിയ ആശങ്ക വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ട്.
കാരണം നല്ല ഉയർന്ന മാർക്ക് നേടിക്കൊണ്ട് പരീക്ഷ എഴുതിയ സത്യസന്ധമായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇതിൽ ദുരൂഹമായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കൃത്യമായ കണക്ക് അതാണ് കോടതി ഇന്നലെ സൂചിപ്പിച്ചത്. ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇതിൽ ഏത് തരത്തിലാണ് ഇനി പരീക്ഷ നടത്തണമോ പുനഃപരീക്ഷ നടത്തണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്രമീകരണമാണോ ഇതിൽ വരുത്തേണ്ടത് എന്നടക്കം കോടതിക്ക് കൃത്യമായി ഇടപെടണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു കണക്ക്, കൃത്യമായ അന്വേഷണം, ഇതിന്റെ വ്യാപ്തി അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ NTA-യോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടുള്ളത്. മാത്രമല്ല ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെയും NTA-ക്കെതിരെയും കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നടക്കമുള്ള താക്കീതുകളാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിശ്വാസ്യത കൂടി ഏറ്റവും കൂടുതലായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പരീക്ഷാ നടത്തിപ്പിലെ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച ആശങ്കകളൊക്കെ തന്നെയും പ്രതിസന്ധിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഓരോ ഇടങ്ങളിൽ നിന്നും സത്യവാങ്മൂലങ്ങളിൽ പ്രതിഫലിക്കുന്നത് എന്താ? കാരണം ഇന്നലെ കോടതിയിൽ സർക്കാർ അറിയിച്ച കാര്യം ചോദ്യപേപ്പർ ചോർന്നു, ഇത് തുറന്ന് സമ്മതിക്കുന്നതാണ്. നേരത്തെയും ആദ്യഘട്ടങ്ങളിൽ ഇല്ല എങ്കിൽ പോലും പിന്നീട് പ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടങ്ങളും ഉയർന്ന ഘട്ടത്തിൽ ഈ സർക്കാർ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ ഇത് അംഗീകരിക്കുന്ന തരത്തിലേക്ക് വരികയും കോടതിയിൽ തന്നെ ചോദ്യപേപ്പർ ചോർന്നു എന്നതുമായി ബന്ധപ്പെട്ട കാര്യം, കാരണം CBI അടക്കമുള്ളവരുടെ അറസ്റ്റിൽ കാര്യങ്ങളുണ്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരുണ്ട്, അവരെയൊക്കെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് കോടതിയിൽ ഇത് മറച്ചു വെക്കാനാകില്ല. മോദി സർക്കാർ ഗതികെട്ട ആ അർത്ഥത്തിൽ ചോദ്യപേപ്പർ ചോർന്നു. ഈ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെയായിരിക്കും പ്രതിഫലിക്കുന്നത്? ഒന്ന്, ഇതിൽ ഏറ്റവും പ്രധാനമായി കോടതി ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഇത് സംബന്ധിച്ച വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കി അത് ആ കണക്കുകളടക്കം സൂചിപ്പിക്കണം എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അത് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം. രണ്ടാമത്തത്, ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കണോ എന്നുള്ളതിൽ തീരുമാനമെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സംബന്ധിച്ച് ഇതുവരെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നാൾ നടന്നിട്ടുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ CBI ഉപയോഗിച്ചടക്കം അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെല്ലാം നടപടികൾ ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചു പോകണം. മാത്രമല്ല ഗുണഭോക്താക്കൾ, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കളുടെ കൃത്യമായ ഒരു കണക്ക് കോടതിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും നൽകിക്കൊണ്ടുള്ള വിശദമായ സത്യവാങ്മൂലമായിരിക്കണം അടുത്ത ദിവസം തന്നെ NTA-യും കേന്ദ്ര സർക്കാരും സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് കോടതി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അജിംഷാദ് സൂചിപ്പിച്ചു പോയ ഒരു വിഷയം കൂടി, കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ കണ്ടെത്തിയിട്ട് പോലും ഈ വിഷയത്തിൽ ഒരു ഇടപെടലും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. NTA ചോദ്യം ചെയ്തിട്ടില്ല. NTA പിടിച്ചുവരണം എന്നടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോഴും അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കോടതി സൂചിപ്പിച്ചു പോയത് ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഹർജിക്കാരോടെല്ലാം ഏകീകൃതമായ സ്വഭാവത്തിലൊരു ഹർജി സമർപ്പിക്കുമെന്ന് പറയുന്നത് പുനഃപരീക്ഷയിലേക്കുള്ള സാധ്യതകൾ കൂടി തേടാനാകാം അല്ലേ? തീർച്ചയായും ഇന്നലെ കോടതി അങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ പരാതിക്കാർ അല്ലെങ്കിൽ ഈ ഹർജിക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഹർജി നൽകി കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച കൂടുതൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് കോടതിക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. വളരെ ഗൗരവകരമായ തന്നെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഒരുപാട് പരിശോധനകൾ നടന്നതിൽ മാത്രമേ ഇതിലൊരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തുന്നു, വ്യാപകമായ അട്ടിമറികൾ ചോദ്യപേപ്പറുകളിൽ നടക്കുമ്പോൾ വലിയ ആശങ്ക തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും ഈ സീറ്റഡ് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ, അധ്യാപക തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ പോലും ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തുകയും 31ഓളം പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. അജിംഷാദ്. ശരി, സ്വാതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.